പേരൻസ്, അപ്പോൾ ഈ പ്രാവശ്യം കേരള ലോ എൻട്രൻസ് എക്സാം 5 ഇയർ ആൻഡ് 3 ഇയർ LLB എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ആൻസർ കീ ഒക്കെ നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ റാങ്ക് ലിസ്റ്റും അലോട്ട്മെന്റും കട്ട് ഓഫും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇവരുടെ എക്സാമിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 120 ക്വസ്റ്റ്യൻസ്, പുതിയ മോഡലിലായിരുന്നു എക്സാം. അതുകൊണ്ട് തന്നെ ടൈം ഒരു വിന്നനായിട്ട് വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരുന്നത്. സോ എക്സാം എഴുതിയ എല്ലാ കൂട്ടുകാർക്കും നല്ല റാങ്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് എക്സാം അനാലിസിസിലേക്ക് കടക്കാം. ക്ലീ 2023 അപേക്ഷിച്ച് ക്ലീ 2024 ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി ഈസി ടു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. ക്ലീ 2023 GK അതോടൊപ്പം തന്നെ ലീഗലൊക്കെ കുറച്ചും കൂടെ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ ആയിരുന്നപ്പോൾ ഈ വട്ടത്തെ എക്സാം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. എസ്പെഷ്യലി ഇൻ GK ആൻഡ് ലീഗൽ. GK നിങ്ങൾക്ക് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ലൈക്ക് സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ പറയുക, അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം, അങ്ങനെയുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു GK ഉണ്ടായിരുന്നത്. ഇനി ലീഗലിലേക്ക് കടക്കുമ്പോൾ അതും സ്റ്റാൻഡേർഡ് കീപ് ചെയ്തിട്ടുള്ള അനാലിസിസ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ റീസൺ അസോർഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. സോ കുറച്ചും കൂടെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ എക്സാം പേപ്പർ ആണ് നിങ്ങൾക്ക് ക്ലീ 2024 ഉണ്ടായിരുന്നത്. സോ ഈ റിവ്യൂ എന്ന് പറയുന്നത് ലീഡ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന്റെയും അതോടൊപ്പം തന്നെ ലീഡ് അക്കാഡമിയിലെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ആണ് ഞങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? മോഡറേറ്റ് എക്സാം ആണോ, അതോ ഈ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നോ, അതോ ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡു കമന്റ് ചെയ്ത കമന്റ് ബോക്സ്. സോ ഞങ്ങൾക്കും അറിയാൻ സാധിക്കും നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്കോറും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, 2024 ക്ലീയുടെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നാണ്. സോ 5 ഇയർ LLBയെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലീ 2024 കട്ട് ഓഫ് ഒരു ഏകദേശം 225+ സ്കോർസ് ആണ് ഒരു സേഫ് സ്കോർ എന്ന് പറയാൻ സാധിക്കുന്നത്. സോ ഇത് മേ ബി വേരി ചെയ്യാം. അത് നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതിയിരിക്കുന്നത് ബാക്കി കൂടെ ഉള്ളവർക്കും എക്സാം എങ്ങനെയുണ്ട് എന്നൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ്, ഒറിജിനൽ കട്ട് ഓഫ് വരാം. സോ ഒരു ഇത്രയേ ഉള്ള ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ 225+ സ്കോർ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു സേഫ് സ്കോർ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ തന്നെ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി 3 ഇയർ LLBയെ സംബന്ധിച്ചിടത്തോളം 210+ സ്കോർ കിട്ടുകയാണെങ്കിൽ അതും സേഫ് സ്കോർ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സോ ഇത് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ റാങ്ക് ലിസ്റ്റ് തന്നെ വരണം. സോ ഒരു പ്രോബബിൾ സേഫ് സ്കോർ എന്ന് പറയുന്നത് 225+ ആണ് 5 ഇയർ LLBക്ക് ആൻഡ് 210+ 3 ഇയർ LLBക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ വട്ടത്തെ ക്ലീ എക്സാം നല്ലപോലെ എഴുതാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാർ ഒരിക്കലും വിഷമിക്കേണ്ട. ഇനിയും അവസരങ്ങളുണ്ട്. കൃത്യമായ ഒരു ഗൈഡൻസിലൂടെ അതോടൊപ്പം തന്നെ മെന്റർഷിപ്പിലൂടെ ഒരു സിസ്റ്റമാറ്റിക് ടൈം ടേബിളിലൂടെ നിങ്ങൾക്ക് ക്ലീ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലീഡ് അക്കാഡമിയുടെ 2025 ക്ലീ എക്സാം അതോടൊപ്പം തന്നെ മറ്റ് ലോ എൻട്രൻസ് എക്സാംസിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ലീഡ് അക്കാഡമിയിലേക്ക് അഡ്മിഷൻ എടുക്കാനും മറ്റ് ലോ കരിയർ റിലേറ്റഡ് സംശയങ്ങൾക്കുമായി സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബൈ.